നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുണ്ടാ സംഘങ്ങളുടെ വെട്ടേറ്റു മരിച്ച SFI നേതാവ് ബ്രഹ്മകുളം പുതുവീട്ടിൽ ഫാസിലിന്റെ മൃതദേഹം സംസ്കരിച്ചു. മാളികപ്പുറം നിയുക്ത മേൽശാന്തി മനോജ് തൃപ്പയാറിൽ ക്ഷേത്ര ദർശനം നടത്തി. ഫാസിലിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മണലൂർ മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വാർത്തകൾ വിശദമായി. ഗുണ്ടാ സംഘങ്ങളുടെ വെട്ടേറ്റു മരിച്ച SFI നേതാവ് ബ്രഹ്മകുളം പുതുവീട്ടിൽ ഫാസിലിന്റെ മൃതദേഹം സംസ്കരിച്ചു. വെട്ടേറ്റു മരിച്ച DYFI നേതാവ് ബ്രഹ്മകുളം ഈസ്റ്റ് കുന്നംകോരത്ത് പുതുവീട്ടിൽ ഫാസിലിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മകുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. തിങ്കളാഴ്ച വൈകിട്ട് 7ഓടെയായിരുന്നു കൊലപാതക സംഘം ഫാസിലിന്റെ സ്വന്തം വീടിന് വിളിപ്പാടകലെ വെട്ടി നുറുക്കിയത്. ചാവക്കാട് മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തും മുമ്പേ ഫാസിൽ മരണപ്പെട്ടിരുന്നു. പിന്നീട് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ചയോടെ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തൈക്കാട്ട് പാല ബസാറിലെ പൊതുദർശന കേന്ദ്രത്തിൽ എത്തിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് നാടിന്റെ പൊന്നോമനയായ ഫാസിലിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ എത്തിയത്. സഹപ്രവർത്തകരുടെ തൊണ്ട പൊട്ടുമാറുച്ചത്തിലുയർന്ന "ഇല്ല സഖാവെ, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ" എന്ന മുദ്രാവാക്യം എല്ലാ സങ്കട കരച്ചിലുകൾക്കും മീതെ സ്വാന്തനമായി ഉയർന്നു. മൃതദേഹം സ്വന്തം വീട്ടിലെത്തിച്ചപ്പോഴും വികാര നിർഭരമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഉപ്പ സലീമും ഉമ്മ ബുഷ്റയും സഹോദരൻ ഫായിസും മൃതദേഹം കണ്ടതോടെ നിയന്ത്രണം വിട്ട് അലമുറയിട്ട് കരഞ്ഞു. കണ്ടുനിന്നവരും കണ്ണീർ വാർത്തു. ക്രിമിനലുകളുടെ വെട്ടേറ്റു വീണതു മുതൽ ബ്രഹ്മകുളം ജുമാ മസ്ജിദിലെ കബറിടത്തിൽ ഒടുങ്ങുന്നതുവരെ ജന്മനാട് ഒരൊറ്റ മനസ്സോടെ ഫാസിലിനൊപ്പം ഒഴുകി നീങ്ങിയെന്നത് ഈ ചെറുപ്പക്കാരൻ നാടിനെ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി. SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഫാസിലിന് സ്കൂൾ വിദ്യാർത്ഥി സമൂഹത്തിൽ ചെലുത്തിയ ആഴത്തിലുള്ള സ്വാധീനവും പൊതുദർശന ചടങ്ങിൽ വ്യക്തമായിരുന്നു. CPM DYFI നേതാക്കളായ ബേബി ജോൺ, മുരളി പെരുന്നെല്ലി, AC മൊയ്തീൻ, MP രാജേഷ്, TV രാജേഷ്, KV അബ്ദുൽ ഖാദർ MLA, PK കൃഷ്ണൻ, KK വത്സരാജ്, CN ജയദേവൻ, PA മാധവൻ MLA, ബാബു M പാലിശ്ശേരി MLA, TV ഹരിദാസൻ, C സുമേഷ്, VN സുർജിത്ത് തുടങ്ങിയവർ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ശവസംസ്കാര ചടങ്ങിൽ പങ്കുകൊണ്ടു. ഫാസിലിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മണലൂർ നിയോജക മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായി. DYFI നേതാവ് ബ്രഹ്മകുളം പുതുവീട്ടിൽ ഫാസിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ പൂർണ്ണമായി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. നിരത്തുകൾ വിജനമായി. കണ്ടാണിശ്ശേരി, എളവള്ളി, പാവർട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, മണലൂർ, അരിമ്പൂർ, വാടാനപ്പള്ളി, ചൂണ്ടൽ എന്നീ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പൂർണ്ണമായത്. ഏരിയയിലെ പാവർട്ടി, കണ്ടശാങ്കടവ് വ്യാപാര കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശൂന്യമായി. എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും LDF പ്രവർത്തകർ പ്രകടനം നടത്തി. കാഞ്ഞാണിയിൽ പ്രകടനത്തിനെത്തിയ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അന്തിക്കാട് അഡീഷണൽ SI M മാധവൻ പെരുമാറിയത് ചെറിയ സംഘർഷത്തിന് കാരണമായി. സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുമെന്ന് SFIയുടെ അറിയിപ്പുണ്ടായിട്ടും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടും അന്തിക്കാട് ഹൈസ്കൂളിൽ പ്രവർത്തനം തുടരുമെന്ന അധികൃതരുടെ നിലപാട് വലിയ തർക്കത്തിന് കാരണമായി. പിന്നീട് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ CPM DYFI നേതാക്കളുടെ കർക്കശമായ മുന്നറിയിപ്പിനെ തുടർന്നാണ് സ്കൂൾ വിട്ടത്. SFI നേതാവ് ഫാസിലിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ അനുകൂലികൾ കാഞ്ഞാണിയിൽ പ്രകടനം നടത്തി.
വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള സഖാവ് ഫാസിൽ ഡിവൈഎഫ്ഐയുടെ ഹൈക്കാട് പഞ്ചായത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ പൊതുസമ്മതനായ ഇളം പ്രായത്തിലുള്ള ഒരു സഖാവായിരുന്നു. ആ കുടുംബത്തിന്റെ അത്താണിയായി, സഖാവിന്റെ കുടുംബത്തിന്റെ അത്താണിയായി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പാസ്സായി തൊഴിൽ കിട്ടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടുംബം പുലർത്താനായിട്ട്. ആ സഖാവിനെയാണ് ഇളം പ്രായത്തിൽ തന്നെ RSSകാർ അരിങ്കൊല ചെയ്തിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൊതുവെ സഹിക്കാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ പൊതുജനങ്ങളുടെ മുൻപിൽ ഇത്തരം വർഗീയ ശക്തികളെ തുറന്നു കാട്ടുന്നതിനും അവരുടെ പ്രവർത്തനങ്ങളെ ഒതുക്കിയെടുക്കുന്നതിനും ജനങ്ങളുടെ അഭിപ്രായത്തോടുകൂടി ജനകീയ അഭിപ്രായം സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ നേരിടുക എന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായി നമ്മളിവിടെ നടത്തിയ പ്രതിഷേധ പ്രകടനം, ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും CPIMന്റെയും LDFന്റെയും ഏരിയ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഫാസിലിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സംസാരം ഞാനിവിടെ. ഹർത്താൽ അനുകൂലികൾ കടകളും സ്കൂൾ ബസ് ഗതാഗതം എന്നിവ തടഞ്ഞു. ഹർത്താലിനോടനുബന്ധിച്ച് കാഞ്ഞാണിയിൽ നടന്ന പ്രകടനത്തിന് നേതാക്കളായ PK അരവിന്ദൻ, NK സദാനന്ദൻ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തിരുത്തി പൈനൂരിൽ അടുപ്പിൽ നിന്ന് തീ പടർന്ന് അടുക്കളപ്പുര കത്തിനശിച്ചു. പൈനൂർ NLP സ്കൂളിന് സമീപം ചാഴുവീട്ടിൽ കുറുമ്പയുടെ വീടിനോട് ചേർന്നുള്ള അടുക്കളപ്പുരയാണ് കത്തിനശിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. പാചകം ചെയ്യുന്നതിനിടെ അടുപ്പിൽ നിന്ന് തീ പടർന്ന് ഓലമേഞ്ഞ വീടും ആളിക്കത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. ആർക്കും അപകടം സംഭവിച്ചില്ല. ഗ്യാസ് സിലിണ്ടർ പൊട്ടി തെറിച്ചതിനെ തുടർന്ന് വീടിന്റെ ചുമരിന് വിള്ളൽ ഏറ്റിട്ടുണ്ട്. മേൽക്കൂര ഭാഗികമായി തകർന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. മാളികപ്പുറം മേൽശാന്തിയായി നിയമിതനായ എടപ്പാൾ PM മനോജ് ശാന്തിക്ക് തൃപ്പേക്കുളം ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രസമിതി സെക്രട്ടറി KM മനോജ് പൊന്നാട ചാർത്തിയും സമിതി പ്രസിഡന്റ് TV വിനോദ് പൂർണ്ണകുംഭം നൽകിയുമാണ് സ്വീകരിച്ചത്. രാജീവ് ശാന്തി നിയുക്ത മേൽശാന്തിയെ ഹാരമണിയിച്ചു. നിരവധി ഭക്തജനങ്ങൾ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥന നടത്തി പ്രസാദവും വാങ്ങിയാണ് മനോജ് ശാന്തി യാത്രയായത്. SFI DYFI നേതാവ് ഫാസിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നതിന്റെ ഭാഗമായി മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി.
നമുക്കറിയണ്ട നീ നല്ല കസ്റ്റം കഴിഞ്ഞിട്ട് നീ വായിച്ചേട്ടാ ഓ ഇവിടെ പൊളിക്കണെന്ന് പറഞ്ഞു രസതിന്റെ പിന്നീട് പ്രകടനമായെത്തി OISS വിദ്യാപീഠം പബ്ലിക് സ്കൂളിലെയും പഠിപ്പ് മുടക്കിച്ചു. തൃപ്യാർ ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്ന പരിഹാര ക്രിയയുടെ ഭാഗമായി 5ാം നാളായ ചൊവ്വാഴ്ച ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, തിലഹോമം, ത്രികാല ഭഗവത് സേവ, കാൽകഴുകി ഊട്ട്, സഹസ്രനാമജപം, പാരായണങ്ങൾ എന്നിവ ഉണ്ടായി. വൈകിട്ട് ശുദ്ധിക്രിയകളും ഭഗവത് സേവയും ഉണ്ടായി. ഇരിങ്ങാലക്കുട ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രത്തിലെ ആചാര്യൻ സി ഗിരീഷ് കുമാർ നടത്തിയ പ്രഭാഷണവും നടന്നു. ആണെങ്കിലും അത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ ബാക്കി നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ ഇതിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മുന്നോട്ട് പോകാം. ലളിതാ സഹസ്രനാമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം പല കാര്യങ്ങളിൽ വ്യാപരിച്ച ഇന്ദ്രിയങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയവയൊക്കെ പല കാര്യങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നവയായിരുന്നു ഇവിടെ വന്നിരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ. അപ്പം അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, നാക്കിന്റെ സ്വഭാവം പോലെയാണ്. രുചിയുള്ളത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി അതിന്റെ രുചി നാവിലിങ്ങനെ തങ്ങി നിൽക്കും. അപ്പൊ അതേപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആ സ്വഭാവമുണ്ട്. നമ്മുടെ കണ്ണ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടി നമ്മുടെ കണ്ണ് അതിലിങ്ങനെ ഉറക്കി നിൽക്കും, മനസ്സ് കണ്ണിൽ നിൽക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല കാര്യങ്ങളിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന്